അതായത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് വളരെയധികം അറിയപ്പെട്ട അല്ലെങ്കിൽ തിളങ്ങി നിന്ന ഒരു നമുക്ക് എവർക്കും പ്രിയങ്കരിയായ ഒരു നടി ഇപ്പോഴല്ല അന്ന് മുതൽ ഒരു കാലഘട്ടം മുതൽ ഷാജി ചേട്ടന്റെ പ്രിയ പത്നിയാണ് ചാന്ദിനി ചേച്ചി. ചാന്ദിനി ചേച്ചിയുടെ ഈ അവസരത്തിൽ അന്ന് ഓർക്കുവാണ്. അപ്പൊ കുടുംബ വിശേഷങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൂടെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ അറിയുന്നു. ഇപ്പൊ മകള് സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് അല്ലെ നമുക്ക് അറിയാല്ലേ ചാന്ദിനി ചേച്ചിയെ കുറിച്ച്. അതെങ്ങനെയാണ് അതിന്റെ തുടക്കം എന്തായിരുന്നു? അത് പറഞ്ഞിട്ട് മതി തമാശയൊക്കെ. പ്രേമം ഞങ്ങള് ഫസ്റ്റ് കണ്ടുമുട്ടുന്ന കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. ജസ്റ്റ് കണ്ട് പരിചയപ്പെട്ടു പോയി. പിന്നെ കോരപ്പന്ത് എന്നുള്ള സിനിമയിലാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും വഴിമാറി പ്രണയത്തിലേക്ക് പോകുന്നു. പിന്നെ അടുപ്പിച്ച് കുറെ സിനിമകൾ. ആഭരണ ചാർത്ത് ഐ വിശേഷിപ്പാറിന്റെ അത് അതിന്റെ കണ്ടിന്യൂസ് ആയിരുന്നു. അപ്പൊ എന്റെ നായികയായിട്ട് പിന്നെ സീരിയൽ ചെയ്തു. അന്ന് സീരിയൽ 13 എപ്പിസോഡ് ഉണ്ടായിരുന്ന സമയമാണ്. ഭയങ്കര വ്യൂവേഴ്സും ഉള്ള സമയത്ത് അന്ന് ഞാൻ ഹീറോ ആവുന്നൊരു സീരിയൽ എനിക്ക് 2 നായികമാരുണ്ടായിരുന്നു. അതിലൊരാള് വൈഫായിരുന്നു. ജയറാമേട്ടൻ അന്ന് കത്തിക്കുന്ന സമയത്ത് എന്റെ ബ്രദറായിട്ട് ആ സീരിയലിൽ 2 എപ്പിസോഡ് സ്നേഹസമ്മാനം. അപ്പൊ ആ സിനിമയിൽ അതിനകത്ത് ഒരു പ്രണയ സീൻ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും റീടേക്ക് വരുമായിരുന്നു. അപ്പൊ ഡയറക്ടർക്ക് അന്ന് ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ബന്ധമുണ്ടെന്ന് അറിയില്ല. അപ്പൊ റീടേക്ക് വരുന്ന സമയത്ത് നിങ്ങളെന്താ വളരെ സീരിയസ് ആയിട്ട് പ്രണയിക്കുന്ന പോലെയാണല്ലോ എന്ന് വെറുതെ ഡയറക്ടർ പറയാതെ. പക്ഷേ അത് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ നടക്കില്ലെന്ന് മനസ്സിലായി. കാരണം മിമിക്രി കളിച്ച് നടക്കുന്ന നമുക്ക് അങ്ങനെ ഒരു ഏതൊരു അച്ഛനാണെങ്കിലും അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രമം നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഒളിച്ചോടിയതാണ്. എങ്ങോട്ടാണ് ഒളിച്ചോടിയത്? ഞങ്ങള് പാലക്കാട്ടേക്കാണ്. നിങ്ങൾ രണ്ടുപേരും മുഖപരിചയമുള്ള ആൾക്കാരെ നിങ്ങൾ എങ്ങനെ ഒളിക്കും? അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, ഒളിക്കാന്ന് വെച്ചാൽ ഒരു കാറിനകത്തുള്ള ഒളിപ്പേ ഉണ്ടായിരുന്നു. കാരണം ട്രാവലിംഗ് മാത്രമായിരുന്നു. ഒരു സ്ഥലത്തെത്തി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. പിന്നെ വൈകുന്നേരം പ്രസ് മീറ്റിംഗ് വെച്ചു. ജസ്റ്റ് എല്ലാവരും പ്രഖ്യാപിച്ചു. പിന്നെ അല്ല